ഇടുക്കി നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ 70-കാരി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കോതമംഗലത്തെ UDF നേതാക്കളും നാട്ടുകാരും മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രി നേരിട്ടെത്തണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. വിവരങ്ങളുമായി കോതമംഗലത്ത് നിന്നും അശ്വതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശ്വതി, ഇപ്പോഴും പ്രതിഷേധം വലിയ രീതിയിൽ തുടരുന്ന ഒരു സാഹചര്യം, സംഘർഷം തുടരുന്ന ഒരു സാഹചര്യം നേരത്തെയൊക്കെ നമ്മൾ കണ്ടതാണ്. മൃതദേഹവുമായി UDF നേതാക്കൾ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച. ഇപ്പോൾ മൃതദേഹം പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി? ശ്രുതി, മറ്റ് പ്രതിഷേധങ്ങൾ, അത് നേരത്തെ മൃതദേഹവുമായി ഉണ്ടായിരുന്ന വലിയ പ്രതിഷേധമായിരുന്നു കോതമംഗലം ടൗണിൽ ഉണ്ടായിരുന്നത്. UDFന്റെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് നാട്ടുകാരും ഒപ്പം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ഇവിടെ അരങ്ങേറിയത് മൃതദേഹവുമായിട്ടാണ് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ വന്യജീവി ആക്രമണത്തിൽ ഇടുക്കിയിൽ ശനിയാഴ്ച സർവകക്ഷി യോഗം ചേരും എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. കളക്ടറുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരാൻ നിർദ്ദേശം ഉള്ളത്. സർക്കാർ മരണപ്പെട്ട ആളുടെ കുടുംബത്തിനൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ഒടുവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ സ്ഥലത്ത് എത്തണം എന്നതായിരുന്നു. അങ്ങനെ എത്തി നേരിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, നേരിട്ടെത്തി അവർ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷെ നിലവിൽ ഇവിടെ മൃതദേഹം തിരിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും സ്ഥലത്ത് പ്രതിഷേധം, നാട്ടുകാരുടെ അടക്കമുള്ള പ്രതിഷേധം ഇപ്പോഴും കനക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരം വാർത്തകൾ കൂടി വരുന്നത്. ഒപ്പം തന്നെ P രാജീവ് കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹവും വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഭവം വളരെ ദുഃഖകരമായ സംഭവമാണ് നടന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പ്രധാനമായും ചർച്ച. 5 ലക്ഷം രൂപ കൈമാറും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കാട്ടാന പ്രശ്നത്തിൽ നടപടി വേണം. മൃതദേഹം കൊണ്ടുപോയത് ന്യായീകരിക്കാനാകില്ല എന്നും P രാജീവ് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഈ മൃതദേഹം കൊണ്ടുള്ള ഒരു പ്രതിഷേധം അത് ഒരിക്കലും ന്യായീകരിക്കാനാകില്ല എന്നാണ് P രാജീവിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഇത്തരം കാര്യങ്ങളെ ഉപയോഗിക്കരുത്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ സഹായം വേണം, നിയമ ഭേദഗതി വേണ്ടി വന്നേക്കാമെന്നും അദ്ദേഹം ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മോർച്ചറിയിൽ കയറി മൃതദേഹം ബലമായി പിടിച്ചുകൊണ്ടുപോയി എന്ന സംഭവം ഗൗരവമായി കണക്കാക്കുകയാണ്. ഇത് തെറ്റായ സന്ദേശം നൽകും. ഒപ്പം തന്നെ കുടുംബങ്ങൾ ആശുപത്രിയിലുണ്ട്. ഈ ഒരു അതായത് ഈ മൃതദേഹം കൊണ്ടുപോയതിനെയാണ് അദ്ദേഹം വലിയ രീതിയിൽ അപലപിച്ചിരിക്കുന്നത്. എന്തായാലും നിയമത്തിന്റെ വഴിക്ക് പോകും. രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് പലരുടെയും ലക്ഷ്യം എന്നും P രാജീവ് ഈ ഘട്ടത്തിൽ നേതാക്കളൊക്കെ ഈ പോലീസിനെതിരെ ആക്രോശിക്കുന്ന ഒരു കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സമരപ്പന്തലൊക്കെ പൊളിച്ചു നീക്കിയ ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ മൃതദേഹം ഇവരിൽ നിന്നും പോലീസ് ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്നും മാറ്റിയത്? ശ്രുതി, ഇപ്പോൾ പ്രതിഷേധക്കാരിൽ നിന്നും ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. പോലീസിന്റെയും അടക്കം സാന്നിധ്യത്തിൽ, പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു സംഭവം മാറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിക്കാനായിട്ട് വകുപ്പ് മന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടി പ്രതിഷേധക്കാരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. അതാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിതല ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. മാത്രമല്ല, അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ അടക്കം ഈ മേഖലയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും വകുപ്പ് തലത്തിൽ നൽകിയിട്ടുണ്ട്. ശ്രുതി, എന്തായാലും നമുക്ക് നേര്യമംഗലത്ത് കൂടി പോകേണ്ടതുണ്ട്. ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനീഷ്, ഇപ്പോൾ റേഞ്ച് ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നു. BJP പ്രവർത്തകർ ഉപരോധിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി വൻ പോലീസ് സന്നാഹമാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതി? ശ്രുതി, BJPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നേര്യമംഗലം റേഞ്ച് ഓഫീസ് ഉപരോധം നടത്തുന്നത്. ഏതായാലും വൻ പോലീസ് സന്നാഹം തന്നെ ഇപ്പോൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം
ഈ ആനത്താര ഉണ്ടെങ്കിൽ തന്നെ ഈ വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ട്രെഞ്ച് നിർമ്മിക്കാനോ അല്ലെങ്കിൽ വൈദ്യുതി വേലി സ്ഥാപിക്കാനോ ഇതുവരെയും ഈ വനംവകുപ്പ് തീരുമാനമെടുത്തിട്ടില്ല, അല്ലെങ്കിൽ നടപടി എടുത്തിട്ടില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മുൻപ് കാലങ്ങളിലെല്ലാം തന്നെ കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിട്ട് പോലും വനംവകുപ്പ് ഈ പ്രതീക്ഷിച്ച് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ലെന്നാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധം തന്നെ ഉടലെടുത്തത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കോതമംഗലത്ത് മൃതദേഹം വേണ്ടിയുള്ള വലിയൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നേര്യമംഗലം റേഞ്ച് ഓഫീസിലൊക്കെ BJP പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നത്. ഈ BJP പ്രവർത്തകർ ആരോപിക്കുന്നത് തികച്ചും ഈ വനവകുപ്പ് ഈ എത്ര അടുത്തുണ്ടായിട്ട് പോലും ഈ സംഭവം നടന്ന 5.5 കിലോമീറ്ററിനുള്ളിൽ ഈ വനവകുപ്പ് ഉണ്ടായിട്ടും ഈ പ്രദേശത്ത് എത്തിയോ അല്ലെങ്കിൽ ഈ സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല. വളരെ വേദനാജനകമായുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധം തന്നെ ഉടലെടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഇന്ദ്രനെ ആക്രമിച്ച ആന കാട്ടിലേക്ക് പോയെങ്കിലും വേറെ സ്ഥലങ്ങളിൽ പോയി വ്യാപക കൃഷിനാശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടാക്കുമെന്ന എന്തെങ്കിലും ഒരു സ്ഥിതി വനംവകുപ്പ് അന്വേഷിക്കുകയോ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം BJPയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നടക്കുന്നത്. ഏതായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊണ്ടുവന്നാൽ തന്നെ വലിയൊരു പ്രതിഷേധം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശ്രുതി, എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോതമംഗലത്തും നേര്യമംഗലത്തും ഒക്കെ നടക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരണപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് UDF പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ BJPയുടെയൊക്കെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നേര്യമംഗലം റേഞ്ച് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. BJP പ്രവർത്തകർ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോതമംഗലത്തും വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിഷേധക്കാരിൽ നിന്നും മൃതദേഹം പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എങ്കിലും UDF നേതാക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും കോതമംഗലത്ത് നടത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് കോതമംഗലത്ത് നിന്ന് AT അശ്വതിയും നേര്യമംഗലത്ത് നിന്ന് ബിനീഷ് ആന്റണിയും നൽകിയത്.